ചെലവ് കുറഞ്ഞ രീതിയിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ടിയും ജൈവാംശത്വവും വർദ്ധിപ്പിക്കുന്ന ഡാംബോൾക്കർ കൃഷിരീതിക്ക് എലവഞ്ചേരിയിൽ തുടക്കം. തുമ്പിടി പാടശേഖര സമിതിയിലെ 30 ഏക്കറിലധികം കൃഷിയിടത്തിലാണ് ഡാബോൽക്കർ കൃഷിരീതിക്ക് തുടക്കമായിട്ടുള്ളത്. പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിരീതികൾ രാജ്യത്ത് നടപ്പാക്കിയ ഡാബോൽക്കർ എന്ന ശാസ്ത്രജ്ഞൻ തുടങ്ങിയ കൃഷിരീതിയാണിത്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട വിളകളുടെ വിത്തുകളാണ് ഈ കൃഷിരീതിക്ക് ഉപയോഗിക്കുന്നത്. ഓരോ ഇനത്തിലും 4 വിളകളുടെ വിത്തെടുക്കുന്നു. ചോളം, ചാമ തുടങ്ങി വിവിധ ധാന്യവിളകളും പയറുവർഗ്ഗ വിളകളും സൂര്യകാന്തി പോലുള്ള എണ്ണക്കുരുക്കളും പച്ചിലവളങ്ങളും തുടങ്ങി ആകെ 20 വിളകളാണ് ഉപയോഗിക്കുന്നത്. രാസവളങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നെൽവിത്തിനോടൊപ്പം ഡാബോൽക്കർ കൃഷിരീതിയിൽ വിവിധ ഇനം വിത്തുകൾ വിതച്ചു. പാടശേഖര സമിതി സെക്രട്ടറി എ ചന്താമര, പ്രസിഡന്റ് എസ് സാബുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. നിലവിൽ നടീൽ പ്രവൃത്തികൾ ആരംഭിച്ചതായി സാബുമോൻ പറഞ്ഞു. തുമ്പടി കരിപ്പായി സമിതിയുടെ കീഴിൽ ആദ്യമായിട്ടാണ് ഡബോൽക്കർ കൃഷി സമ്പ്രദായം ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലെ കർഷകനായ ഡബോൽക്കർ എന്ന കർഷകൻ ആവിഷ്കരിച്ച രീതിയാണ് ഡബോൽക്കർ കൃഷി രീതി. പയർവർഗ്ഗങ്ങളും ധാന്യങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവ ചേർന്ന് 20 ധാന്യങ്ങൾ ചേർന്നതാണ് ഈ ഡബോൽക്കർ കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത്. സൂര്യകാന്തി, ഡെയിഞ്ച്, ഉഴുന്ന്, പയറ്, ചണം എന്നീ ഇനങ്ങൾ ചേർത്ത് നമ്മൾ ആദ്യം വിതച്ച ശേഷം അതെല്ലാം ഒരു 45 ദിവസത്തിന് ശേഷം പാകമാകുമ്പോൾ അതിനെ ഉഴുതുമറിച്ച് മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്തുക. സാധാരണ നമ്മൾ പച്ചില വളങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഡെയിഞ്ചൊക്കെ വിതയ്ക്കുന്ന സമയത്ത് മണ്ണിൽ കുറച്ച് മൂലകങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഡബോൽക്കർ കൃഷി സമ്പ്രദായം ചെയ്യുന്നത് മൂലം നമുക്ക് മണ്ണിനാവശ്യമായ എല്ലാ മൂലകങ്ങളും ചേർന്ന് വരുന്നു. അത് കാരണം വളരെ വിജയകരമായി പോകുന്നതാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ സാധ്യമായിട്ടുള്ളത്. കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് കൃഷി നടപ്പാക്കുന്നത്. കൃഷി സീനിയർ അസിസ്റ്റന്റുമാരായ ഷീന, സജീന എന്നിവർ കൃഷിരീതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കർഷകർക്ക് നൽകി വരുന്നുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് കാർഷിക രീതികൾ കൂടുതലായിട്ട് ആവിഷ്കരിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിപൂർണമായും നമ്മുടെ നാടൻ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ തുമ്പടി കരിപ്പായി പാടശേഖര സമിതിയിൽ കാർഷിക വൃത്തികൾ നടന്നു വരുന്നത്. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഡബോൽക്കർ കൃഷി രീതി നമ്മൾ ചെയ്യുകയും ആയതിൻ്റെ തുടർന്ന് നടീൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നാടൻ കർഷകരെ കൊണ്ട് തന്നെ, കൃഷിപ്പണിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ നടത്തി വരുന്നു. UTV ന്യൂസ്, പാലക്കാട്.